ഹായ് കൂട്ടുകാരെ, നമസ്കാരം. ഇന്ന് നമ്മൾ ഇറച്ചിക്കറിയേക്കാൾ രുചിയുള്ളതും ഹെൽത്തിയുമായ ഒരു വെജിറ്റബിൾ മസാലക്കറി തയ്യാറാക്കിയാലോ? ഇപ്പോഴാണെങ്കിൽ ചക്കയുടെ സീസണൊക്കെ അല്ലേ. ചക്കക്കുരുവും ചക്കക്കൂനിയും ഉപയോഗിച്ച് നമുക്ക് സ്വാദിഷ്ടമായ ഒരു മസാലക്കറി തയ്യാറാക്കുന്നത് കണ്ടാലോ? ചക്കക്കുരുവും ചക്കക്കൂനിയും വെച്ച് ഇറച്ചിക്കറിയുടെ ടേസ്റ്റിൽ നമുക്കൊരു ഹെൽത്തി ആയതും സ്വാദുള്ളതുമായൊരു കറി ഉണ്ടാക്കാം. അപ്പോൾ ആദ്യം ഞാനിതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കട്ടെ. ചക്കക്കുരു ഇങ്ങനെ നാലായിട്ട് കണ്ടോ, ഒരു ചക്കക്കുരു ഇങ്ങനെ നാലായിട്ട് മുറിച്ചെടുക്കണേ. കൂട്ടുകാരെ, ഇതാണ്ട ഞാൻ ആ ചക്കക്കൂനി എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ ഈ പരുവത്തിൽ വേണം ഇതൊക്കെ അരിഞ്ഞെടുക്കേണ്ടതേ. അതുപോലെ ചക്കക്കുരുവും ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു കുക്കറിലോട്ട് വെക്കാവേ. കുക്കറിലോട്ട് ആദ്യം ചക്കക്കുരു ഇട്ട് കൊടുത്തു, പിന്നെ ചക്കയുടെ കൂനിയും ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഞാനിപ്പോൾ ഒരു 3/4 സ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. 3/4 സ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി. ആവശ്യത്തിന് ഒരു 1/2 ഗ്ലാസ് വെള്ളം ചേർത്താൽ മതി കേട്ടോ. ഒരു 1/2 ഗ്ലാസ് വെള്ളം. നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. ഞാനങ്ങനെ അടുപ്പിൽ വെച്ചിട്ടുണ്ട് വേകാൻ വേണ്ടി. ഒരു വിസിൽ കേട്ടതിന് ശേഷം നിർത്തി വെക്കാം. അപ്പോൾ ചക്കക്കുരുവും കൂനിയും വേകുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അതിനുവേണ്ടി തേങ്ങയും പെരിഞ്ചീരകം കുരുമുളകും കൂടെ നമുക്ക് വറുക്കാം. മല്ലിപ്പൊടി, മുളക് പൊടി, മീറ്റ് മസാല. നമുക്കപ്പം തേങ്ങ വറുക്കാം. പാൻ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഈ സമയത്തേക്ക് നമുക്ക് തേങ്ങയും പെരിഞ്ചീരകവും കുരുമുളകും കൂടെ ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഇളക്കി കൊടുക്കണേ. അല്ലേ, നമുക്ക് തേങ്ങ നല്ലപോലെ ഇളക്കി ഇങ്ങനെ കൊടുക്കാം. ഇച്ചിരി കറിവേപ്പിലയും കൂടെ ചേർക്കാവേ. ഇട്ടേ, തേങ്ങ കരിഞ്ഞു പോകാതെ ഇളക്കണം കേട്ടോ. നിങ്ങൾ തേങ്ങ കരിഞ്ഞു പോകാതെ സൂക്ഷിക്കണം കേട്ടല്ലോ. കരിഞ്ഞു പോയാൽ കൊള്ളത്തില്ലായിരിക്കും നമ്മുടെ ഫുഡ് ഐറ്റംകളല്ലേ, കഴിക്കാനുള്ളതല്ലേ. നമുക്ക് തേങ്ങ നല്ലപോലെ മൂത്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് വേണം വേണ്ട മല്ലിപ്പൊടി, മീറ്റ് മസാല, കാശ്മീരി മുളക് പൊടി, ഇത് മൂന്നും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഇളക്കി കൊടുക്കണേ. ഇനി ഈ മസാല ഒന്ന് ആറട്ടെ. ആറിയതിന് ശേഷം നമുക്കിത് നല്ലപോലെ പൊടിച്ചെടുക്കാം. തേങ്ങയൊക്കെ ഒന്ന് ആറട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് അടുത്തൊരു പാത്രം വെച്ചിട്ട് കടുക് വറുത്ത് ഉള്ളിയൊക്കെ വഴറ്റാം. ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ നമുക്ക് വഴറ്റിയെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. വെളുത്തുള്ളി, ഇഞ്ചി, ചെറുതായിട്ട് അരിഞ്ഞ സവാള. സവാള പെട്ടെന്ന് വഴറ്റി കിട്ടാൻ വേണ്ടി നമുക്കൊരു 1/4 സ്പൂൺ ഉപ്പൂടെ ചേർക്കാവേ. സവാള നല്ലപോലെ ഇളക്കി കൊടുക്കണം. തക്കാളി ഒന്നും ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. ശരിയും കൂടെ ഒന്ന് മൂക്കട്ടോ. നമ്മുടെ കുക്കറിൻ്റെ ആവിയെല്ലാം പോയിട്ടുണ്ട്. നമുക്കതൊന്ന് തുറക്കാം. കണ്ട, ഇത് നമുക്ക് സവാളയ്ക്കകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഇത് എല്ലാം ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ആ മസാലപ്പൊടി പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാവേ. തന്നെ നമ്മുടെ മസാലക്കൂട്ട്, ആ തേങ്ങ വറുത്തതും കൂടെ നമുക്ക് അങ്ങ് ചേർക്കാം. പൊടികളെല്ലാം ചേർത്തതിന് ശേഷം നമുക്ക് നല്ലതായിട്ട് ഇളക്കി കൊടുക്കാവേ. 1/4 ഗ്ലാസ് വെള്ളം കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്.
മസാലക്കൂട്ടിലേക്ക് നമ്മുടെ ചക്കക്കുരുവും ചക്കക്കൂനിയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി നമുക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ച് ഇളക്കി, ഇച്ചിരി വെള്ളം ഒഴിച്ചാൽ ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചാണ് ഞാൻ. 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഇളക്കി നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. 3-4 സെക്കൻഡ് അടച്ച് വെച്ച് വേവിച്ചാൽ മതി. നമ്മുടെ കറി നല്ല പരുവായി കേട്ടോ. എല്ലാവരും ഇതുണ്ടാക്കി നോക്കണം. അടിപൊളി കറിയാണ്, നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ കറിയൊക്കെ ഇതാ സൂപ്പർ അടിപൊളി ആയിട്ടുണ്ട്. നോൺ വെജ് കഴിക്കാത്തവർക്ക് പറ്റിയൊരു കറിയാണിത്. അതുപോലെ നല്ല ഹെൽത്തി കറിയാണിത്. ഹെൽത്തിയാണ് കേട്ടോ. ചക്കക്കുരു ചക്കക്കുനി എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എനിക്ക് കമൻറ്റ് തരണം, ലൈക്ക് പറയണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് നാളെ വീണ്ടും കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.